ആയിട്ടുള്ള ചാർജിങ് ഡിപ്രീസിയേഷൻ ടു അസറ്റ് അക്കൗണ്ട് അല്ലെ. അസറ്റ് അക്കൗണ്ടിലേക്ക് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ടുള്ള മെത്തേഡ് പ്രകാരമാണ് നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ളത്. ഇത് രണ്ടാമത്തെ മെത്തേഡ് ആയിട്ടുള്ള ക്രിയേറ്റിംഗ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ. നമ്മൾ സെപ്പറേറ്റ് ഒരു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ മെത്തേഡിൽ നമ്മൾ പഠിക്കുന്നത്. ജേണൽ എൻട്രീസ് കേട്ടോ, ആദ്യത്തെ 2-3 ജേണൽ എൻട്രീസ് ഒക്കെ ഒന്ന് തന്നെയായിരിക്കും. നോക്കാം. പർച്ചേസ് ഓഫ് അസറ്റ് അല്ലെ, നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ അവിടെ അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു ജേണൽ എൻട്രി? അസറ്റ് അല്ലെ, അസറ്റ് അക്കൗണ്ട് ഇട്ടിട്ടു ക്യാഷ് അക്കൗണ്ട്. രണ്ടാമത്തത് ചാർജിങ് ഓഫ് ഡിപ്രീസിയേഷൻ. ഇവിടെയാണ് നമുക്ക് മാറ്റം വരുന്നത്. അവിടെ ചാർജിങ് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു അല്ലെ, നോർമലി നമ്മുടെ ആ കൺസേൺഡ് അസറ്റ് അക്കൗണ്ടിലേക്ക് ആയിരുന്നു നമ്മളത് ചാർജ് ചെയ്യുന്നത് അല്ലെ. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഇട്ടിട്ടു അസറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ ചാർജ് ചെയ്യുന്നത്. അന്നേരം ഇവിടെ നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനാൽ നമ്മൾ ആ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് ഈ അക്കൗണ്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ചാർജിങ് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ ജേണൽ എൻട്രി ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഇട്ടിട്ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ. ഓക്കെ, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഇട്ടിട്ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ. ചാർജിങ് ഓഫ് ഡിപ്രീസിയേഷൻ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇട്ടിട്ടു ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇട്ടിട്ടു ഡിപ്രീസിയേഷൻ. ദെൻ നാലാമത്തേത് ഓൺ സെയിൽ ഓഫ് അസറ്റ്. അസറ്റ് വിൽക്കുന്ന സമയത്ത് കേട്ടോ, സെയിൽ ഓഫ് അസറ്റ്. മറ്റ് ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ടു അസറ്റ് അക്കൗണ്ട് എന്നായിരുന്നു അല്ലെ. അന്നേരം ഇവിടെ എന്താണ്? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഇട്ടിട്ടു അസറ്റ് അക്കൗണ്ട് എന്നാണ് എൻട്രി വരിക. സെയിൽ ഓഫ് അസറ്റ് കഴിഞ്ഞു. അതേപോലെ തന്നെ സെയില് അല്ലെ, അസറ്റ് സെയിൽ ചെയ്തത് പ്രോഫിറ്റിനാണോ ലോസിനാണോ എന്നുള്ളത് നമ്മൾ മറ്റേ ഫസ്റ്റത്തെ മെത്തേഡ് പ്രകാരം തന്നെ പ്രോഫിറ്റിനാണെന്നുണ്ടെങ്കിൽ അസറ്റ് അക്കൗണ്ട് ഇട്ടിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ലോസിനാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇട്ടിട്ട് അസറ്റ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇട്ടു അസറ്റ് അക്കൗണ്ട്. അത് നമ്മുടെ ആ ബാങ്ക് അക്കൗണ്ട് നമുക്ക് എഴുതണമെന്നില്ല, നമുക്ക് പറഞ്ഞ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നെ മതി കേട്ടോ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദെൻ നമുക്ക് ക്രിയേറ്റിംഗ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇതാ ഒരു ക്വസ്റ്റ്യൻ ഇതാ ഇവിടെ ഉണ്ട്. ജോർജ് കമ്പനി ലിമിറ്റഡ് പർച്ചേസ്ഡ് എ മെഷീൻ ഓൺ 1st January 1995. ഇയർ ഒക്കെ നമുക്ക് നോക്കി വെക്കാം. 1995 1st January ആണ് മെഷീനറി പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അത് അന്ന് എത്രയായിരുന്നു? ഫോർ ₹50,000. 50,000 രൂപയ്ക്കാണ് മെഷീനറി പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ദെൻ പിന്നെന്താണ് അല്ലെ, ജൂലൈ 1995 ഫർദർ മെഷീനറീസ് വാസ് പർച്ചേസ്ഡ് അല്ലെ. ഫർദർ മെഷീനറീസ് വാസ് പർച്ചേസ്ഡ് ഫോർ ₹25,000. 95 ഒരു മെഷീനറി 50,000 രൂപയ്ക്ക് മേടിച്ചു. 1st July 1995 ആയപ്പോഴേക്കും കേട്ടോ, 1995 ആയപ്പോഴേക്കും ഹാഫ് ആയപ്പോഴേക്കും എന്താണ് അനദർ മെഷീനറി 25,000 രൂപയ്ക്ക് വേറൊരു മെഷീനറി മേടിച്ചു. ടോട്ടൽ 75,000 മെഷീനറി നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ദെൻ ദ മെഷീനറി പർച്ചേസ്ഡ് ഓൺ 1st July 1996 the machinery purchased on 1995 1st January was absolute കേട്ടോ. അതായത് നമ്മള് 1st January 1995 മേടിച്ചിട്ടുള്ള മെഷീനറി അല്ലെ, 50,000 രൂപയ്ക്ക് മേടിച്ച മെഷീനറി 96 ജൂലൈ ആയപ്പോഴേക്കും ഒബ്സൊലേറ്റ് ആയി. അതെന്താണ്? ഔട്ട് ഓഫ് ഡേറ്റ് ആയി മാറിയിട്ടുണ്ട് എന്നാണ്. ബിക്കം ഒബ്സൊലേറ്റ് ആൻഡ് വാസ് സോൾഡ് ഓഫ് ₹20,000. അതെന്ത് ചെയ്തു? 20,000 രൂപയ്ക്ക് വിറ്റും ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ ഡിപ്രീസിയേഷൻ കണ്ടതിന് ശേഷം നമുക്ക് എന്താണ് കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ സെയില് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് കേട്ടോ. അപ്പോൾ 20,000 രൂപയ്ക്ക് വിറ്റു, 50,000 രൂപയ്ക്കായിരുന്നു അന്ന് മേടിച്ചത്. ഓക്കെ, ദെൻ ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ depreciation has to be charged at 20% on the original cost. നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് 20% ആണ്. assuming that the accounts are closed every year on 31st December. മറ്റ് പ്രോബ്ലത്തിൽ നമ്മൾ എന്താണ് മാർച്ച് 31st മാർച്ചിലാണ്, 1st ഏപ്രിൽ തുടങ്ങിയിട്ട് 31st മാർച്ചിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് അല്ലെ 1st ജനുവരി തുടങ്ങിയിട്ട് നമുക്ക് ക്ലോസ് ചെയ്യുന്നത് അതിന്റെ എൻട്രി 31st ഡിസംബർ തന്നെ അക്കൗണ്ടിങ് ക്ലോസ് ആകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാന്നുള്ളത് നോക്കാം. ഫസ്റ്റ് എന്താണ്
അല്ലെ, ജോർജ് കമ്പനി ലിമിറ്റഡ് പർച്ചേസ്ഡ്. അപ്പോ രണ്ടാമത്തെ മെത്തേഡ് ആയതിനാൽ ഇവിടെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ, ഒരു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ പ്രോബ്ലത്തിൽ എന്തായിരുന്നു, ആ മെഷീനറി അക്കൗണ്ടിൽ തന്നെയാണ് ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്തത്. ഇവിടെ നമ്മൾ ആ മെഷീനറി അക്കൗണ്ടിൽ നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നില്ല, പകരം എന്താണ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻക്കാണ് ഡിപ്രീസിയേഷൻസ് ഒക്കെ ചാർജ് ചെയ്യുന്നത്. അപ്പൊ നോക്കാം. അപ്പൊ മെഷീനറി അക്കൗണ്ട് നമുക്ക് വരച്ച് നോക്കാം. മെഷീനറി അക്കൗണ്ട്, മെഷീനറി അക്കൗണ്ട് ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. ഡേറ്റും പെർട്ടിക്കുലേഴ്സും എമൗണ്ടും അല്ലെ. അപ്പൊ ആദ്യത്തെ പോലെ തന്നെ നമുക്ക് എന്താണ് അല്ലെ, ജേണൽ എൻട്രി എടുത്തു വെക്കാം. അപ്പൊ ജേണൽ എൻട്രിയിൽ നോക്കാം എന്താണ് ഫസ്റ്റ് അല്ലെ, പർച്ചേസ് ഓഫ് അസറ്റ്, അസറ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട് അല്ലെ, ക്യാഷ് അക്കൗണ്ട് ആണ്. അപ്പൊ മെഷീനറി അക്കൗണ്ട് ആണ്. അപ്പൊ ക്യാഷ് എന്നാ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് 1 ജനുവരി 1995 അല്ലെ, 1 ജനുവരി 1995 1 ജനുവരി 1995 അസറ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് അല്ലെ, ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് എന്തായാലും എഴുതാം കേട്ടോ. അപ്പൊ എത്രയാണ് അല്ലെ, 50,000 രൂപയ്ക്ക് ആദ്യം നമ്മൾ മേടിച്ചു. 1/1/95 50,000 രൂപയ്ക്ക് മെഷീനറി മേടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെന്താണ് 1/6 അല്ലെ, ജൂലൈ ആയപ്പോഴേക്കുമാണ് അല്ലെ, 1/7/1995 ആയപ്പോഴേക്കും നമുക്ക് എന്താണ് അടുത്ത മെഷീനറി നമ്മൾ മേടിച്ചിട്ടുണ്ട്. മെഷീനറി അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട് ഫോർ ₹25,000. ടോട്ടൽ എത്രയാണ് 75,000 ആയിരിക്കും കേട്ടോ. ഇവിടെ നമുക്ക് എന്താണ് ഡിപ്രീസിയേഷൻ ഒന്നും നമ്മൾ എഴുതില്ല. ഡിപ്രീസിയേഷൻ എങ്ങോട്ടാണ്, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്നുള്ള അക്കൗണ്ടിലേക്കാണ് കേട്ടോ. അപ്പൊ എന്താണ് ഇവിടെ അല്ലെ 1/1/95 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ് എന്താണ് വരിക, 31 ഡിസംബർ 95 എന്താ അല്ലെ, ബൈ ബാലൻസ് ക്യാരിഡ് ഔട്ട് കേട്ടോ. ബൈ ബാലൻസ് ക്യാരിഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് എത്രയാണ്, എമൗണ്ട് ഒന്നുമില്ല അല്ലെ, 75,000. ആ വർഷം അവസാനം അക്കൗണ്ട് ക്ലോസ് ചെയ്യും. അടുത്തത് അല്ലെ, അടുത്ത പുതിയൊരു വർഷം നമ്മൾ തുടങ്ങുകയാണ് അല്ലെ. അപ്പൊ എത്രയായിരിക്കും ഡേറ്റ് വരിക, 31/12/95 ആണെന്നുണ്ടെങ്കിൽ പുതിയ വർഷം 1/1/96 അല്ലെ. ബൈ ബാലൻസ് ടു ബാലൻസ് ഡ്രോ ഡൗൺ 75,000. ടു ബാലൻസ് ഡ്രോ ഡൗൺ 75,000 ആണ്. അതേപോലെ തന്നെ നമുക്ക് എന്താണ് സെയിൽ അല്ലെ, ഒബ്സൊലേറ്റ് ആയിട്ടുണ്ട്, അത് സെയിൽ നടന്നിട്ടുണ്ട് എന്ന് അല്ലെ. അതേ വർഷം 1996 നമുക്കൊരു സെയിൽ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നോക്കുക 31 ഡിസംബർ 2000 അല്ലെ, 31/12/1996 ആ വർഷം അവസാനം വരുന്ന ട്രാൻസാക്ഷൻസുകൾ എന്തൊക്കെയാണ്, ഫസ്റ്റ് വൺ അല്ലെ, ഒരു സെയിൽ നമുക്ക് അവിടെ വന്നിട്ടുണ്ട് 20,000. സെയിൽ ഓൺ അസറ്റ്, ഈ ക്രിയേറ്റിംഗ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ പ്രകാരം സെയിൽ ഓഫ് അസറ്റിന്റെ ജേണൽ എൻട്രി എന്താണ്, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു
സെയിൽസ് അല്ലെ. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു സെയിൽസ് എന്നാണ് അവിടെ നമുക്ക് ജേണൽ എൻട്രി വരുന്നത്. അല്ലെ, അപ്പോ 20,000 രൂപയ്ക്ക് സെയിൽ നടന്നു എന്നുള്ളത് നമ്മൾ ഇവിടെ ആദ്യം കാണിക്കണം കേട്ടോ. ബൈ സെയിൽ എന്ന് പറഞ്ഞിട്ട് 20,000 ബൈ സെയിൽ എന്ന് പറഞ്ഞിട്ട് ആദ്യം നമ്മൾ 20,000 കാണിക്കണം. ബൈ ബാങ്ക് ഓർ സെയിൽ. നമ്മുടെ തൊട്ട് മുന്നുള്ള ജേണൽ എൻട്രിയിൽ പറഞ്ഞിട്ട് പോലെ ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു അസറ്റ് അക്കൗണ്ട് എന്നുണ്ട്. അത് സെയിലാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ബൈ ബാങ്ക് അത് ഈ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ സെയിലിന്റെയാണ് കേട്ടോ. ഇനി എത്രയാണ് സെയിൽ നടന്നത് അതിനുള്ള ജേണൽ എൻട്രി എന്തായിരിക്കും? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു അസറ്റ് അക്കൗണ്ട് എന്നുള്ള എൻട്രിയാണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. അപ്പൊ ആദ്യം ബൈ ബാങ്ക് സെയിൽ 20,000 എഴുതി. ഇനി നമുക്ക് എന്താണ് അല്ലെ, സംഭവങ്ങളൊക്കെ വിറ്റിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നമുക്ക് അറിയാൻ എന്ത് ചെയ്യണം? വർക്കിംഗ് നോട്ടായിട്ട് നമ്മൾ അവിടെ കാണിക്കുക. വർക്കിംഗ് നോട്ടായിട്ട് എന്താ കാണിക്കുക? വർക്കിംഗ് നോട്ട്. ആദ്യത്തെ അസറ്റിന്റെ വാല്യൂ എത്രയായിരുന്നു? കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ സെയിൽ അല്ലെ, പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് മെഷീനറി. നമ്മൾ ഇവിടെ എന്താ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മെഷീനറി വിറ്റപ്പോൾ ലാഭമാണോ നഷ്ടമാണോ വന്നത് എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ നോക്കുക, കാൽക്കുലേഷൻ ഓഫ് ലോസ് ഓർ പ്രോഫിറ്റ് ഓർ സെയിൽ ഓഫ് മെഷീനറി. കോസ്റ്റ് അല്ലെ, നമ്മൾ മേടിച്ച അസറ്റിന്റെ കോസ്റ്റ് 1/1/95 എത്രയായിരുന്നു? കോസ്റ്റ് ഓഫ് മെഷീനറി അല്ലെ. കോസ്റ്റ് ഓഫ് മെഷീനറി എന്ന് പറയുമ്പോൾ എത്രയാണ് വാല്യൂ വരുന്നത്? 50,000 രൂപ. 50,000 രൂപയായിരുന്നു കോസ്റ്റ് ഓഫ് മെഷീനറി. ദെൻ ലെസ് ഡിപ്രീസിയേഷൻ. ആ 50,000 രൂപയുടെ മെഷീനറിക്ക് നമുക്ക് എന്താണ് ഡിപ്രീസിയേഷൻ? ഇതാണ് നമ്മൾ വിറ്റത് അല്ലെ. വിറ്റത് ഇത് മാത്രമേ വിറ്റുള്ളൂ. വേറൊരു 25,000 രൂപേന്റെ മെഷീനറി അവിടെ കിടക്കുന്നുണ്ട്. 50,000 രൂപയാണ് നമുക്ക് എന്തായത് ഒബ്സൊലേറ്റ് ആയത് അല്ലെ, ഔട്ട് ഓഫ് ടെക്നോളജി ആയത്. അപ്പൊ നമുക്ക് എന്താണ് അത് മാത്രമേ വിറ്റിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഡിപ്രീസിയേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഡിപ്രീസിയേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. ഡിപ്രീസിയേഷൻ എന്നാണ് ഡേറ്റ് ശ്രദ്ധിക്കുക. 1/1/95 നമ്മളത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് വിറ്റത് 1/7/96 അല്ലെ. അപ്പൊ എന്താണ്, ഒരു വർഷവും 6 മാസവും അല്ലെ നമ്മളത് മെഷീനറി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ്, 1.5 വർഷം ആ പെർട്ടിക്കുലർ മെഷീനറി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ 1.5 വർഷം എന്ന് പറയുമ്പോൾ എത്രയാണ് മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ കാണാം? ഇൻറ്റു അല്ലെ 1.5 വർഷം 20. ഇതൊരു വർഷത്തിന്റെ ഡിപ്രീസിയേഷന് ഇൻറ്റു 1.5 കേട്ടോ. 1.5 വർഷത്തിന് എന്താണ് നമ്മൾ ആ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 1.5 വർഷത്തിന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 15,000 കേട്ടോ. 15,000 15,000 നമുക്ക് എന്ത് കിട്ടി? ഡിപ്രീസിയേഷൻ കിട്ടി. ഇനി ഇതിന് എന്താണ് അല്ലെ 50,000 ഡിവൈഡഡ് ബൈ 15,000 അപ്പൊ നമുക്ക് കിട്ടുന്ന ബുക്ക് വാല്യൂ എത്രയാണ്? 35,000 അല്ലെ. 35,000 ആണ് നമുക്ക് കിട്ടുന്ന ബുക്ക് വാല്യൂ ഓൺ ബുക്ക് വാല്യൂ ഓൺ 1/7/96 കിട്ടുന്ന ബുക്ക് വാല്യൂ എത്രയാണ്? 35,000 രൂപയാണ്. 35,000 രൂപയാണ് നമുക്ക് എന്ത് അന്ന് കിട്ടുന്ന വാല്യൂ ഫസ്റ്റ്. ഇനി അടുത്തെന്താണ്? 35,000 ബുക്ക് വാല്യൂ ഉള്ള മെഷീനറി നമ്മൾ വിറ്റത് എത്രയ്ക്കാണ്? സെയിൽ പ്രൊസീഡ് ചെയ്തത് എത്രയ്ക്കാണ്? 20,000 റുപ്പീസിനാണെന്നുള്ളത് നമ്മൾ ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. എന്താണ്? ഒബ്സൊലേറ്റ് ആയി ആൻഡ് വാസ് അല്ലെ ഇറ്റ് വാസ് സോൾഡ് ഓഫ് ഫോർ ₹20,000. അപ്പൊ 35,000 നിന്നും 20 അല്ലെ ഇത്ര വാല്യൂ ഉള്ള ഒരു വസ്തു നമ്മൾ 20,000 രൂപയ്ക്കാണ് വിറ്റത് എന്നുള്ളത്. 15,000 രൂപ നമുക്ക് എന്താണ്? ലോസ് ഓൺ സെയിലാണ്. അപ്പൊ നമുക്ക് എത്രയാണ് ലോസ് ഓൺ സെയിൽ എന്ന് പറഞ്ഞിട്ട്
ഇത്രയാണ് കിട്ടുന്നത് കേട്ടോ. 15,000 രൂപയാണ് നമുക്ക് അവിടെ ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് എന്താണ് അത് നമുക്ക് ജേണൽ എൻട്രിക്ക് നമുക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. ജേണൽ എൻട്രി എഴുതുമ്പോൾ എന്താണ് നമ്മൾ ആദ്യം ബൈ ബാങ്ക് സെയിൽ എന്ന് പറഞ്ഞിട്ട് എഴുതി അല്ലെ. ഇനി നമുക്ക് എഴുതേണ്ടത് ലോസ്. നമ്മുടെ ലോസ് നമുക്ക് അവിടെ കാണിക്കണം. ലോസ് ആയുള്ള എൻട്രി എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റഡ് ടു മെഷീനറി അല്ലെ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റഡ് ടു കൺസേൺഡ് അസറ്റ്. എത്രയാണ് നമുക്ക് ലോസ് വന്നിട്ടുള്ളത്? 15,000 രൂപ. അപ്പൊ ഇവിടെ എഴുതുക ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ അല്ലെ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ദാറ്റ് മീൻസ് എന്താണ്? ലോസ് അല്ലെ. ലോസ് ഓൺ സെയിൽ ആണ്. എത്രയാണ്? 15,000. 15,000 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള ലോസ്. ഇനി നമുക്കവിടെ ഒരു ഡിപ്രീസിയേഷൻ ഉണ്ട് അല്ലെ. ഡിപ്രീസിയേഷൻ എത്രയാണ് അതിന്റെ മുകളിലുള്ളത് എന്നുള്ളത് ഇതുവരെ നമ്മൾ ഈ ഒരു അക്കൗണ്ടിൽ കാണിച്ചിട്ടില്ല. അതിൽ ഡിപ്രീസിയേഷൻ, ചാർജിങ് ഓഫ് ഡിപ്രീസിയേഷൻ അല്ലെ. ആ ജേണൽ എൻട്രി നോക്കുക. ചാർജിങ് ഓഫ് ഡിപ്രീസിയേഷൻ ഉണ്ട്. എൻട്രി വിൽ ബി എങ്ങനെയായിരിക്കും? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ആണ് അല്ലെ. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ആണ്. അപ്പോ ഇവിടെ വരുന്ന എൻട്രി പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അസറ്റിന്റെ മുകളിൽ കേട്ടോ. അസറ്റ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അല്ലെ. ഓൺ ലോസ് അല്ലെങ്കിൽ ഓൺ സെയിൽ ഓഫ് അസറ്റ് എന്ന് പറഞ്ഞിട്ടൊരു എൻട്രി അവിടെ കാണുന്നുണ്ട്. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു അസറ്റ് അക്കൗണ്ട് അല്ലെ. അസറ്റ് അക്കൗണ്ട്. അപ്പൊ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അസറ്റ് അക്കൗണ്ട് ആണത് അല്ലെ. അസറ്റ് അക്കൗണ്ട് ആണത്.